അയ്യോ നമസ്കാരം. നമസ്കാരം. അല്ല എന്തായി പ്ലാനിങ് ഒക്കെ? എന്ത് കൊച്ചമ്മ? അല്ല എന്തോ സീരിയസ് ആയിട്ട് നിന്റെ നേതൃത്വത്തിൽ മോളിൽ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുന്നെന്നോ അത് എന്നോട് പറയാൻ വേണ്ടി അവരിങ്ങനെ വരാനിരിക്കുകയാണെന്നോ ഒക്കെ കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. അത് ഞങ്ങൾ ഒന്നുമില്ല. അയ്യോ എന്താടാ? ഒന്നുമില്ല. എനിക്ക് പറയാൻ പറ്റൂല. ഒന്നും പറയാനില്ലേ? അത് അവനവന്റെ ജോലി നോക്കി പോയിന്. ചേടാ അതെ പ്രശോഭേ, നീ എന്താടാ അപ്പിക്ക് ഏതാണ്ടോ കണക്കിന്റെ പട്ടികളെ ഏതാണ്ടോ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല അല്ലേ? കൊടുക്കാം. അപ്പോ അതൊക്കെ ഉണ്ടാക്കി കൊടു. പറയാനൊന്നും ചുമ്മാ നിന്ന് സമയം കളയാം. എന്തേലും പറ. എന്തോ കാര്യം എന്തുവാ? ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞോ. അമ്മ, മുത്തോണ്ണ ഇപ്പൊ പറയണ കാര്യം അമ്മ ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് സാവധാനം മറുപടി കൊടുത്താൽ മതി. സാവധാനം മതി, പക്ഷെ തീരുമാനം പെട്ടെന്ന് വേണം. അയ്യോ അതെങ്ങനെയാ? സാവധാനം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റുമോ? അല്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. ആലോചിക്കുന്നത് സാവധാനം മതി കൊച്ചമ്മ, പക്ഷെ തീരുമാനം പെട്ടെന്ന് വേണം. അണ്ട പിന്നെ അത് തന്നെ. ഇവന് എന്തോന്നടാ നിനക്ക് സൂക്കേട്? കൊച്ചമ്മ ഞാൻ പറയണേ. ഓ ഈ AWPP കേട്ടിട്ടുണ്ടോ കൊച്ചമ്മ? അതെന്തോ പിള്ളേരുടെ AWEPP വലിയൊരു സംഘടനയാണ് കൊച്ചമ്മ. ആയിക്കോട്ടെ. പിന്നെ ഇന്ത്യയിലൊക്കെ അറിയപ്പെടുന്ന വലിയൊരു സംഘടനയാണ്. അതായത് മഹിളാ വിഭാഗമാണ്, വലിയൊരു പാർട്ടിയുടെ മഹിളാ വിഭാഗമാണത്. അതിന്റെ ലക്ഷോപലക്ഷം അംഗങ്ങളുണ്ട് അതിനകത്ത്. ആയിക്കോട്ടെ. അത്രയും അംഗങ്ങളുള്ള ആ പാർട്ടിയിൽ ഒരു മഹിളാ ഭാരവാഹിയായാൽ എങ്ങനെ ഇരിക്കും? ആര്? കൊച്ചമ്മ അല്ലേ? അതെ, അങ്ങനെ ഒരു ഭാഗ്യം അമ്മയ്ക്കിപ്പൊ വന്നിരിക്കുകയാണ്. ഈ വനിതകളുടെ ഈ WEPP അതിലത്തേക്ക് ഒരു ഭാരവാഹിയാവാനുള്ള ക്ഷമ ഉണ്ട് അമ്മയ്ക്ക്. അതെ 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 കൊച്ചമ്മ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു മഹിളാ ഭാരവാഹി വേണമെന്ന് അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നേ. സർവ്വസമ്മതിയായിട്ടുള്ള ഒരാളെ വേണമല്ലോ. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പം അവർക്ക് കിട്ടിയതാണ് കൊച്ചമ്മ. മനസ്സിലായ? അതായത് കൊച്ചമ്മയെ കുറിച്ച് നാട്ടുകാർക്ക് മൊത്തം ഭയങ്കരപ്പെട്ട അഭിപ്രായമാണല്ലോ. അതായത് അന്തസ്സുള്ള ആളാണ്, ആഭിജാത്യമുള്ള ആളാണ്, കുലീനത്വമുള്ള ആളാണ്, ആഠ്യത്വമുള്ള ആളാണ്, ഇത്രയൊക്കെ ഉള്ള, അത് മാത്രമല്ല നല്ല സ്വഭാവമുള്ള അല്ലേ ആളാണ്, നല്ല തറവാടിത്തമുള്ള ആളാണ്. ഇത്തരത്തിലുള്ളൊരു ഭാരവാഹി അവർക്ക് വേറെ എവിടെയാണ് കിട്ടാനുള്ളത്? അങ്ങനെയാണ് അവര് ഞാനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കിയത്. കൊച്ചമ്മ എങ്ങനെയാണ് കൊച്ചമ്മയുടെ അഭിപ്രായം? എന്തൊന്നും മിണ്ടാത്തത്? അല്ല ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഇത്രയും വാക്കുകൾ കൊണ്ട് നീ എന്നെ ഇങ്ങനെ പൊക്കിയില്ലേ? ഒരു 1-2 ഒക്കെ പറഞ്ഞ് ഞാൻ നിന്റെ പൊക്കണ്ടേ? ഇത് മതി, ഇതാണ് കുറിക്ക് കൊള്ളുന്ന മറുപടി. ഇതാണ് വേണ്ടത്. എല്ലാ യോഗ്യത. ശരി. അയ്യോ എടാ, ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാലേ ഇങ്ങനൊന്നും എളുപ്പമുള്ള പണിയൊന്നും അല്ല. അത് എല്ലാവർക്കും ഒട്ടും പറ്റത്തുമില്ല. എനിക്കാണെങ്കിൽ അതിന്റെ ABCD അറിഞ്ഞും കൂടെ രാഷ്ട്രീയത്തിൽ എനിക്കൊട്ട് പരിചയമില്ല, എനിക്ക് താല്പര്യമില്ല. അമ്മ അധികം ഒന്നും ചിന്തിക്കാനൊന്നും ഇല്ലമ്മ. ഇപ്പൊ രാഷ്ട്രീയക്കാർക്കിടയിൽ ഒരു രീതിയുണ്ട്. അതായത് ഇപ്പൊ ഉത്തരം മുട്ടാവുന്ന ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ രാഷ്ട്രീയക്കാർ എന്താ പറയാ തിരിച്ച്? വിശദമായിട്ട് പിന്നീട് ആലോചിക്കാം, തൽക്കാലം മറുപടിയില്ല, നിയമത്തിന്റെ നടപടിക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് തടി വരാൻ പറ്റും. ഇനി അങ്ങനെയൊക്കെ വരുന്ന വള്ളി കേസ് അങ്ങനെയൊക്കെ മാനേജ് ചെയ്താൽ മതി അമ്മ. ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു വിട്ടാലും മതി എന്നല്ലേ? അല്ല, അത് മാത്രമല്ല, കൂടുതൽ കടുത്ത ചോദ്യങ്ങൾ പറയുകയാണെങ്കിൽ കൊച്ചമ്മ പറയണം ഇതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞാൽ മതി. ഈ 2 ഡയലോഗ് പഠിച്ചു വെച്ചിരുന്ന എവിടെയും പിടിച്ചിരിക്കാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.